കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കണക്കാണിത്. 9 മാസത്തെ ആകെ ലാഭം 2.89 കോടി രൂപ. ഡിസംബറിൽ മാത്രം 41.76 ലക്ഷം രൂപ ലാഭം. ശമ്പളവും വൈദ്യുതി ചാർജും ഉൾപ്പെടെ കിലോമീറ്ററിന് ആകെ ചിലവ് 28 രൂപ 45 പൈസ. എല്ലാ ചെലവും കഴിഞ്ഞാൽ കിലോമീറ്ററിന് ലാഭം 8 രൂപ 21 പൈസ എന്നാണ് കണക്ക്. യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ട് പുറത്തുവിടാത്ത കണക്ക് ഇപ്പോൾ മാനേജ്മെന്റിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ച് UDF അനുകൂല KSRTCയിലെ TDF യൂണിയൻ മന്ത്രിക്ക് പരോക്ഷ പിന്തുണ നൽകുകയാണ്. നേരത്തെ ഈ CMD തന്നെ ലാഭകരമായി ഓടിക്കൊണ്ടിരുന്ന സിറ്റി ഷെഡ്യൂൾ ബസ്സുകളെ ഓരോ ബസ്സിലെയും 1 ലക്ഷം 1.5 ലക്ഷം രൂപയും ചെലവാക്കി സിറ്റി സർക്കുലറായി കൺവേർട്ട് എടുത്ത് ഓടിച്ചതിൽ ഒരു വർഷം മാത്രം 35 കോടി രൂപയുടെ വരുമാനം നഷ്ടമുണ്ടായിട്ടുണ്ട്. കൃത്യമായ കണക്ക് പഠിക്കാതെയാണ് മന്ത്രി KB ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സിനെ തള്ളിപ്പറഞ്ഞതെന്നാണ് ആക്ഷേപം. CPM തന്നെ മന്ത്രിയെ വിമർശിച്ചത് ഗണേശിന് തിരിച്ചടിയായി. പ്രതിരോധത്തിലായ ശേഷം മന്ത്രി പ്രതികരിച്ചിട്ടില്ല. ഇലക്ട്രിക് ബസിന്റെ വാർഷിക കണക്ക് ചൊവ്വാഴ്ച KSRTC മന്ത്രിക്ക് കൈമാറും. ഇത് പരിശോധിച്ച് നിലപാടറിയിക്കാനാണ് ഗണേഷ് കുമാർ ഒരുങ്ങുന്നത്.